രാവണമവണ്ട പോത്തേൽനിക്കിറയമണ്ട ആത്തന ബിംബവുമവണ്ട ഉലകാണ്ടവണ്ട വാ വന്ന് തൊടുട. ഹലോ, നമസ്കാരം. വാங்க உட்காருங்க. எப்படி இருக்கு? സൗഖ്യം தானே? ചന്ദ്രശേഖരൻ ജോസഫ് വിജയ്, നമ്മുടെ തലപതി തലപതി തലപതി, നമ്മുടെ സ്വന്തം തലപതി വിജയ്. ആള് നിസാരക്കാരനല്ല. ആള് നിസാരക്കാരനല്ല എന്നുള്ളത് അറിയായിരുന്നു. പക്ഷെ ഇത്ര നിസാരക്കാരനല്ല എന്നുള്ളത് ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിലേക്ക് വരാം. അതിനു മുമ്പ് ചെറിയൊരു ഇൻട്രോ പോലെ പറഞ്ഞോട്ടെ. അതായത്, ഈ സിനിമയുമായി ബന്ധപ്പെട്ടിട്ട് സംസാരിക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ്, ആസ് എ സൂര്യ ഫാൻ എനിക്ക് വിജയനെ ഭയങ്കര ഇഷ്ടമാണ്. കാര്യം, പുള്ളിയുടെ ഒരു സിനിമ ഇറങ്ങുക എന്ന് പറയുമ്പോൾ അതൊരു ഉത്സവമാണ്, അതൊരു വേറെ വൈബാണ്. സിനിമ ഇറങ്ങുന്ന സമയത്തുള്ള കാര്യം മാത്രമല്ല പറയുന്നത്, അത് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അനൗൺസ്മെന്റ് വരുന്ന സമയത്ത് തന്നെ തുടങ്ങും അതിന്റെ ഒരു ഹൈപ്പ്. ആ സിനിമയെ കുറിച്ച് ആളുകൾ സംസാരിച്ചു തുടങ്ങും. പിന്നെ ടീസറായി, ട്രെയിലറായി, മൊത്തത്തിലൊരു ആഘോഷ മൂഡാണ്. അപ്പോ അങ്ങനെ സിനിമകള് ചെയ്ത് പീക്കില് നിൽക്കുന്ന ഒരു നടൻ. പീക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയണ്ടേ, ആളുകൾക്ക് അത്രയും ഇഷ്ടമാണല്ലോ. എല്ലാ സ്ഥലത്തും ഉണ്ട് ആളുകള് പുള്ളിയുടെ. അങ്ങനെ ചേർത്ത് പിടിച്ച് ഇങ്ങനെ കൊണ്ടു നടക്കുക പുള്ളിനെ. അപ്പൊ ആ റേഞ്ചിൽ നിൽക്കുന്ന ആള് ഇനി സിനിമകൾ ചെയ്യുന്നില്ല, ഞാൻ പൊളിറ്റിക്സിലേക്ക് സീരിയസ് ആയിട്ട് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ് എന്ന് പറഞ്ഞപ്പോ, ആസ് എ സിനിമ ലവർ, ആസ് എ സിനിമ പ്രേക്ഷകൻ എനിക്ക് വല്ലാത്തൊരു വിഷമം തോന്നി. കാരണം നമ്മൾ മിസ് ചെയ്യാൻ പോവുകയാണ് പുള്ളിനെ. ഇനി സ്ക്രീനിൽ കാണൂല്ലോ, ഇനി കാണൂല. അത് അക്സെപ്റ്റ് ചെയ്യാൻ ആസ് എ പ്രേക്ഷകൻ, ആസ് എ സിനിമ ലവർ അത് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര പ്രയാസമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇതാ പുള്ളി പൊളിറ്റിക്സിലേക്ക് ഇറങ്ങുന്നു. ഇറങ്ങിയിട്ട് തിരിച്ച് പോണ പരിപാടിയൊന്നും അല്ല. അണ്ണൻ കേറി അങ്ങോട്ട് കൊളുത്തി. കൊളുത്തെന്നൊക്കെ പറയുമ്പോ സീരിയസ്ലി മാൻ, ഓണസ്റ്റ്ലി പറയുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും പുള്ളിയുടെ ഇങ്ങനൊരു വിജയം പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അതായത് ഈ ലെവലിലുള്ള ഒരു വിജയം ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ വിജയിച്ചു എന്ന് മാത്രമല്ല, അണ്ണൻ കോല തൂക്ക്, കോല തൂക്ക്. ഞാൻ ഷോക്ക്ഡായി. ഞാൻ എക്സാജറേറ്റ് ചെയ്ത് പറയുന്നല്ല, ഞാൻ ഞെട്ടിപ്പോയി, ഞാൻ ഷോക്ക്ഡായി. ഞാനത് എങ്ങനെ ഇരുന്നു പോയി. സീരിയസ്ലി അത് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ലെന്നേ. അതുകൊണ്ട് പറയുന്നതാ, പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഇമാതിരി ലെവലിലുള്ള ഒരു സക്സസ്. അപ്പൊ മൂപ്പര് ഇങ്ങനെ നിൽക്കുകയാണ്. നീ പ്രതീക്ഷിക്കണ്ടെങ്കിൽ പ്രതീക്ഷിക്കണ്ട, ഞാൻ ജയിച്ച കാണിച്ചാ പറഞ്ഞ മുമ്പിൽ വന്ന് ഇങ്ങനെ നിൽക്കുമ്പോ നമുക്കിത് എങ്ങനെ ഷോക്കായിട്ട് നിൽക്കും നിവൃത്തിയുള്ളൂ. ആ ഒരു അവസ്ഥയാ. ഏടോ ഇത് നിസാരമല്ല. അതാ ഞാൻ തുടക്കം തന്നെ പറഞ്ഞത്, ആള് നിസാരക്കാരനല്ല എന്ന് പറയാൻ കാരണം അതുകൊണ്ടാ. എളുപ്പമല്ല ഇങ്ങനൊരു റേഞ്ചിലേക്ക് ജയിച്ചു നിൽക്കുക എന്ന് പറയുന്നത്. പണിയാ. കാര്യം, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ നിസ്സാരക്കാരാണോ? ഒരിക്കലും അല്ല. അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഒരുപാട് നാളത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ആളുകളാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നത്. അപ്പോ നമ്മൾ ചിന്തിക്കുന്ന എന്താണ്, അവര് ഇട്ട് പണിയും. ഓഫ് കോഴ്സ് പണിതിട്ടുണ്ട്. അപ്പോ പരമാവധി ആളെ വരാതാക്കാൻ നോക്കും, ഇല്ലാതാക്കാൻ നോക്കും. അപ്പോ ഇത്തരത്തിലുള്ള ചിന്തകളൊക്കെ മൈൻഡിൽ ആക്ച്വലി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എന്താണ്, ഇങ്ങേർക്ക് ജയിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നമാവും, എന്തെങ്കിലുമൊക്കെ പണിയാവും. ഇതാണ് നമ്മുടെ ഉള്ളിലുള്ള ഒരു ഫിയർ. അതായത് ജയിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലുണ്ടായിരുന്ന ഫിയർ ഇതൊക്കെയാണ്. പക്ഷേ അതിനെയൊക്കെ താണ്ടി, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരെയൊക്കെ താണ്ടി മൂപ്പര് കൊടി പാറിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങേരുടെ റേഞ്ച് എന്തായിരിക്കണം? ഞാൻ അതിനെ കുറിച്ചാണ് ചിന്തിച്ചത്. ചെറിയ റേഞ്ച് ഒന്നും ആയിരിക്കില്ലല്ലോ, നിസാരക്കാരനായിരിക്കണം എന്നില്ലല്ലോ. പുള്ളിനെ ഒരുപാടിട്ട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. കഷ്ടപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ കഷ്ടപ്പാടെന്നുള്ളൊരു വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല. പുള്ളിയെ വിടാതെ പിന്തുടർന്നിട്ടുണ്ട്. പരമാവധി ഇല്ലാതാക്കാനും തകർക്കാനും അല്ലെങ്കിൽ അങ്ങോട്ട് വാനിഷ് ചെയ്യാനൊക്കെ നോക്കിയിട്ടുണ്ട്. പലതരത്തിലുള്ള ബുദ്ധിമുട്ട്. ഇപ്പൊ ജനനായകന്റെ കാര്യം തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറക്കാൻ സമ്മതിക്കുന്നില്ല. എപ്പോ ഇറങ്ങേണ്ട പട ഇപ്പോഴും ഇറങ്ങിയിട്ടില്ല, ഇനി ഇറങ്ങണം. പിടിച്ചു നിർത്തി. ഇത് ആ സിനിമയുടെ കേസ് മാത്രമല്ല പറയുന്നത്, ഇതിന് മുമ്പാണെന്നുണ്ടെങ്കിലും പല അലിഗേഷൻസ് വരുന്നു.
എന്തൊക്കെ കൊണ്ടുവന്നിട്ട് വെച്ചു കൊടുക്കാൻ നോക്കി തലയില്. അപ്പോ ബീങ് വിജയ് ഈസ് നോട്ട് ദാറ്റ് ഈസി. ബീങ് ആക്ടർ വിജയ് ഓക്കെ, ഒരു പൊളിറ്റിക്സിലേക്ക് ഇറങ്ങുന്നു എന്നുള്ള ഇതിലേക്ക് വരുന്ന സമയത്ത് അവിടെ അയാൾ കാണിച്ച ഗട്ട്സ്, ഒറ്റയ്ക്ക് നിന്ന അയാള്. ഓഫ് കോഴ്സ് സ്നേഹിക്കാൻ കൂടെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ ഇത്രയും പ്രശ്നങ്ങൾക്കിടയിൽ അങ്ങേര് രാഷ്ട്രീയ പാർട്ടിയും തുടങ്ങി. ഇത്രയും ഈ പ്രശ്നങ്ങളെയൊക്കെ താണ്ടി അതിന്റെ മേളിലേക്ക് കേറിയിട്ട് കൊടി പാറിച്ചിട്ടുണ്ടാവണം എന്നുണ്ടെങ്കിൽ അങ്ങേര് എവിടെ നിൽക്കണു, എവിടെ നിൽക്കണു? ശരിക്കും ഇത് ആളുകളുടെ ഇടയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സ്നേഹമാണ്. അത് ചെറുതല്ല. അങ്ങനെ ആ ഒരു സ്നേഹം ഉണ്ടാക്കുക എന്ന് പറയുന്നത് നിസ്സാര പരിപാടിയല്ല. അത് അണ്ടർസ്റ്റിമേറ്റ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഞാൻ അണ്ടർസ്റ്റിമേറ്റ് ചെയ്തു, അത് എന്റെ ഭാഗത്തുനിന്ന് പറ്റിയ മിസ്റ്റേക്ക്. പക്ഷെ അങ്ങേരുണ്ടാക്കിയെടുത്തൊരു സ്നേഹം, അങ്ങേരോട് ആളുകൾക്ക് തോന്നിയൊരു വിശ്വാസം, വി ഷുഡ് യൂസ് ദ ടേം വിശ്വാസം. ആ വിശ്വാസം, സ്നേഹം മാത്രമല്ല വിശ്വാസം, ഇങ്ങേരെ ജയിപ്പിച്ച് വിട്ടു കഴിഞ്ഞാൽ നമ്മളെ സഹായിക്കും, അല്ലെങ്കിൽ നമുക്ക് ഗുണമുണ്ടാവും, കൂടെ നിൽക്കും നമ്മുടെ അണ്ണൻ. ഇത് നോക്കിയിട്ട് ആണ് അങ്ങേരെ ജയിപ്പിച്ചു വിട്ടിരിക്കുന്നത്. അങ്ങേരോട് അത്രയും വിശ്വാസം പുലർത്തിക്കൊണ്ടാണ് അയാളെ ഞാൻ കയറ്റി നിർത്തിയത്. എന്തായാലും അങ്ങേര് ഉദ്ദേശിച്ച രീതിയിലുള്ള വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം അങ്ങേർക്ക് നടത്താൻ പറ്റട്ടെ. മുന്നോട്ട് നല്ല രീതിയിൽ തന്നെ പോകാൻ വേണ്ടിയിട്ട് സാധിക്കട്ടെ, ഗംഭീരാവട്ടെ, അവിടെയുള്ള ആളുകൾക്ക് ഗുണമുണ്ടാവട്ടെ. അത് വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്, ആശംസിക്കുകയാണ്. പൊളിച്ചടുക്കട്ടെ. MK സ്റ്റാലിൻ ഞെട്ടിപ്പോയി. കാരണം ഒന്നാമത് TVക്ക് എന്ന് പറഞ്ഞ പാർട്ടിയിൽ നമുക്ക് തലപതി വിജയനെ മാത്രമാണ് അറിയുന്നത്, വേറെ ആരെയും അറിയില്ല. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സ്റ്റാലിനെ പൊട്ടിച്ചിട്ട് അവിടെ ഒരു ചങ്ങാതി തൂക്കി. നിങ്ങൾ ആലോചിച്ച് നോക്ക്, സ്റ്റാലിനെ പൊട്ടിച്ചിട്ട്, ഞാൻ ഈ പറഞ്ഞ സ്റ്റാലിനെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യാത്തോണ്ടാ പറയണേ, അങ്ങേരെ പൊട്ടിച്ചിട്ട് ഈ തലപതി വിജയ് എന്നുള്ളൊരു ലേബലില് ഉള്ള പാർട്ടിയിൽ നിന്ന് ആളേനെ ജയിപ്പിച്ചു വിട്ടു അവിടുത്തെ ആൾക്കാർ. വാട്ട് ഡസ് ദാറ്റ് മീൻ? ഞാൻ വീണ്ടും പറയുന്നു, വാട്ട് ഡസ് ദാറ്റ് മീൻ? TVK, that one name, തലപതി വിജയ്, ചന്ദ്രശേഖരൻ ജോസഫ് വിജയ്, that one name, അന്ത ബ്രാൻഡ് നേടി എടുത്ത അന്ത വിശ്വാസം, അന്ത സ്നേഹം, അതിന്റെ പുറത്താണ് ഈ വൻ വിജയം നേടിയിരിക്കുന്നത്. പുള്ളി വളരെ യങ്ങാണ്. വിജയ് എന്ന് പറയുന്നത് യങ്ങാണ്. യങ്ങെന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് അയാൾക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, വിഷൻസ് ഉണ്ട്. അപ്പോ എന്തുകൊണ്ടും അവിടെ ഗുണം തന്നെ ആയിരിക്കും സംഭവിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ നമുക്കിവിടെ കേരളത്തിൽ ഇരുന്നുകൊണ്ട് എന്തായാലും ഇവിടെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന തന്നെ, ഞാൻ പൊളിറ്റിക്സ് ഒന്നും ഈ പറഞ്ഞ ചാനലിന്റെ അകത്ത് വളരെ റെയർ ആയിട്ട് ചെയ്യാറുള്ളൂ. ഇത് ഞാൻ ആ ഒരു പൊളിറ്റിക്സ് എന്നുള്ളത് മാത്രമായിട്ടല്ല ചെയ്യുന്നത്. ഇതൊരു എന്താ പറയാ, ഇത് സംസാരിക്കണം തോന്നി, ജെനുവിൻലി സംസാരിക്കണം തോന്നി, അതുകൊണ്ട് സംസാരിക്കുന്ന. അതായത് 2 കൊല്ലമായിട്ടുള്ള പുള്ളി പാർട്ടി കൊണ്ടുവന്നിട്ട് അപ്പോഴേക്കും ആ പേരിനോടുള്ള വിശ്വാസം കൊണ്ട് ആളുകൾ ആ ഒരു സ്നേഹത്തിൽ വോട്ട് ചെയ്യുക, അയാളെ കയറ്റി നിർത്തുക എന്ന് പറയുന്നത് ചെറിയ പരിപാടിയാണോ? ഒരിക്കലും അല്ല. അപ്പൊ അതുകൊണ്ട് സംസാരിക്കണം തോന്നി. എളുപ്പമുള്ള പരിപാടിയല്ല, ഇതൊരു പ്രോസസ്സായിരുന്നു. പാർട്ടി തുടങ്ങിയിട്ട് 2 കൊല്ലം എന്നുള്ള രീതിയിൽ പറയുമെങ്കിലും അതിന് മുമ്പ് തൊട്ടേ പുള്ളി സിനിമകളിലൂടെയും ഒക്കെ പുള്ളിയുടേതായിട്ടുള്ള പരിപാടികൾ ഇങ്ങനെ ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. അപ്പോ അത് ഇതിനു വേണ്ടിയിട്ടുള്ളത് തന്നെയായിരുന്നു, രാഷ്ട്രീയം ഉദ്ദേശിച്ചിട്ട് തന്നെയാണ്. അപ്പോ എന്തായാലും വിചാരിച്ച പരിപാടി മൂപ്പര് ഫസ്റ്റ് റൗണ്ട് പാസ്സായി കയറി നിൽക്കുകയാണ്. ഇനിയും വിജയ് കൊടി പാറിക്കാൻ വേണ്ടിയിട്ട് സാധിക്കട്ടെ. അതായത് ആസ് എ സിനിമാ നടൻ എന്നുള്ള രീതിയിലാണെങ്കിലും മൂപ്പര് തമിഴ്നാട്ടിൽ മാത്രമല്ലല്ലോ, ഇവിടെ കേരളത്തിന്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇവിടെയും എജ്ജാതി ഫാൻ ബേസാ. എജ്ജാതി ഫാൻ ബേസാ. അയാളോട് വല്ലാത്ത പ്രാന്തല്ലേ ഇവിടുത്തെ ആൾക്കാർക്കാണെങ്കിലും. പുള്ളിയുടെ എത്ര പൊട്ടപ്പടം വന്നു കഴിഞ്ഞാലും ആൾക്കാർ പോയി കാണൂലേ? വെറൈറ്റി ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ സിനിമ എന്നുള്ള രീതിയിൽ വിമർശിച്ച് സംസാരിച്ചിട്ടുണ്ട്. ആസ് ആൻ ആക്ടർ പുള്ളി വെറൈറ്റി പരിപാടികൾ ചെയ്യണം, അങ്ങനെ ചെയ്ത് കാണണം എന്ന് ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സിനിമ എന്നുള്ള രീതിയിലൊക്കെ വിമർശിച്ചിട്ട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങേര് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഓഡിയൻസ് എന്ന് പറയുന്നുണ്ടല്ലോ, അത് വെറും ഒരു സിനിമ പ്രേക്ഷകരല്ല.
അണ്ണൻ എന്നൊക്കെയുള്ള രീതിയിൽ വളരെ പേഴ്സണലി കണ്ടിട്ടൊക്കെയാണ് പുള്ളിനെ ആൾക്കാർ തലയെ കൊണ്ട് നടക്കുന്നത്. അത് തമിഴ്നാട്ടിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും ഒക്കെ. ഇവിടെ ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടെ വാരിസ് എന്ന് പറഞ്ഞൊരു സിനിമ ഞാനത് എന്താ പറയാ കാണാൻ വേണ്ടിയിട്ട് പോയത് കുറച്ച് ലേറ്റ് ആയിട്ടാണ്. മീൻസ് ഫസ്റ്റ് ഡേ കണ്ടു, അതിനുശേഷം ഞാൻ ഒരു തവണയും കൂടി കൂട്ടുകാരുടെ ഒപ്പം പോയിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഞാൻ പോയി കണ്ടത്. ആ പടത്തിന് വലിയ അഭിപ്രായങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, നെഗറ്റീവ് തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത്, നെഗറ്റീവ് ടു മിക്സഡ് ആണ് വന്നിട്ടുണ്ടായിരുന്നത്. ബട്ട് സ്റ്റിൽ ആൾക്കാർക്ക് അതിന്റെ വെർഡിക്റ്റ് ഒന്നും അറിയണമെന്ന് യാതൊരു താല്പര്യമൊന്നുമില്ല. അവർക്കത് എന്തോ ഭയങ്കര കഥയുള്ള സിനിമ അല്ലെങ്കിൽ ഭയങ്കര സിനിമ അതൊന്നും വേണ്ട. ആളുകൾക്ക് എന്ന് പറഞ്ഞെങ്കിൽ ഇത് വിജയനെ പോയിട്ട് കാണുക എന്നുള്ളൊരു സംഭവം മാത്രമാണ്, പോയിട്ട് എൻജോയ് ചെയ്യുക, അല്ലെങ്കിൽ പുള്ളിയെ കാണുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് പോയി കാണുന്നത്. ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറയുന്നത് സിനിമ വെച്ചോണ്ടല്ല, വിജയ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഇമ്പാക്ട് അല്ലെങ്കിൽ വിജയ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഓറ എന്ന് പറയുന്നത് ചെറുതല്ല എന്നുള്ളതാണ്. അത് വേറെ ലെവൽ. അത്രയും ഇൻഫ്ലുവൻസ് ആളുകളുടെ മനസ്സിന്റെ അകത്തേക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. ആക്ടർ എന്നുള്ളതിനെക്കാട്ടിലും ഉപരി ആളേനെ ഒരു നല്ല ഹ്യൂമൻ ബീയിങ്, നമ്മുടെ ആള് എന്നുള്ള രീതിയിലുള്ള ഒരു ഒരു ചിന്തയാണ് അയാളോട് ആളുകൾക്ക് ആക്ച്വലി ഉള്ളത്. അത് അങ്ങേര് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സാധനം. അപ്പൊ കേരളത്തിലെ ആളുകൾക്ക് വളരെ ഭ്രാന്തമായ ഒരു സ്നേഹം പുള്ളിയോട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് പുള്ളിയുടെ ഹേറ്റേഴ്സ് ഇവിടെയുണ്ട്. അവര് വന്നിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ടോ അയാൾക്ക് എവിടെ ഫാൻ സാധ്യത. അത് കാര്യമാക്കേണ്ട കാര്യമില്ല. റിയാലിറ്റി നമ്മൾ പറയണം, അങ്ങേര് ഭയങ്കരമായിട്ട് ഭ്രാന്തമായിട്ട് ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ ആക്ച്വലി ഉണ്ട്, അത് കേരളത്തിലാണെങ്കിൽ. അപ്പൊ പിന്നെ തമിഴ്നാടിന്റെ കാര്യം നമ്മളെടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ ഭ്രാന്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ തമിഴ്നാട്ടിലുള്ള ആളുകൾക്ക് എന്തോരം എന്താ പറയുക സ്നേഹം അയാളോട് ആക്ച്വലി ഉണ്ടാവും. അപ്പോ രാഷ്ട്രീയത്തിലേക്ക് വരുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ഞാൻ ചിന്തിച്ചൊരു കാര്യമുണ്ട്, രാഷ്ട്രീയം വേറെ സിനിമ വേറെ. സിനിമയിലൂടെ ആളുകൾക്ക് ഇഷ്ടം എന്നുള്ളൊരു കാരണം കൊണ്ട് രാഷ്ട്രീയത്തിലേക്ക് വരുന്ന സമയത്ത് ആളുകൾ വോട്ട് ചെയ്യും എന്നുള്ളൊരു ചിന്ത എന്റെ മൈൻഡിൽ ആക്ച്വലി ഉണ്ടായിരുന്നു. കാരണം എന്താണ്, തമിഴ്നാട് പൊളിറ്റിക്സ് എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ അത്രയും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ കുറെ നാളായിട്ട് ഇതിന്റെ അകത്തുള്ള ആൾക്കാർ, അവരെ അവരെ ആൾക്കാർ അങ്ങനെ വിടാൻ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ തയ്യാറാവുമോ, അങ്ങനെ അത് മറന്നിട്ട് വിജയ്ക്ക് വോട്ട് കൊടുക്കുമോ എന്നുള്ള കൺസേൺസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ കൺസേൺസിനെയൊക്കെ മറികടന്ന് എന്താ പറയാ അതിന്റെയൊക്കെ മുകളിലേക്കൊക്കെയാണ് ആക്ച്വലി മൂപ്പര് വന്നിരിക്കുന്നത്. അപ്പൊ ആ വരവിന്റെ കാര്യം എന്ന് പറയുന്നത് ഈ വിശ്വാസം എന്നുള്ളൊരു ഇതിന്റെ പുറത്താണ്. നന്നാവട്ടെ. അപ്പോ തലപതി വിജയ് ആരാണിപ്പോ? ഏ പറ, ആരാണ്? ഹു ഈസ് ഹി റൈറ്റ് നൗ? കൊള്ള മോനെ കൊള്ള പൊടി. നമ്മളിപ്പോ ഇവിടെ കേരളത്തിൽ ഇരുന്നിട്ട് മൂപ്പരുടെ മഹാത്മ്യം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കാരണം കേരള പൊളിറ്റിക്സ് ഈസ് ഡിഫറെന്റ്, തമിഴ്നാട് പൊളിറ്റിക്സ് ഈസ് ഡിഫറെന്റ്. അവിടെ അങ്ങേര് ജയിച്ചു കഴിഞ്ഞാൽ അങ്ങേര് ചെയ്യാൻ വേണ്ടി പോകുന്ന നല്ല നല്ല കാര്യങ്ങളാണെങ്കിൽ, ഉദ്ദേശ കാര്യങ്ങളൊക്കെ നടക്കുകയാണെങ്കിൽ അതിന്റെ പ്രയോജനം കിട്ടാൻ വേണ്ടി പോകുന്ന അവിടുത്തെ ആൾക്കാരൊക്കെയാണ്. പക്ഷെ എന്താണെങ്കിലും അതൊക്കെ ഒരു സന്തോഷം തന്നെയാണ്. കേരളത്തിലിരുന്ന് സംസാരിക്കുന്നതിന്റെ റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പുള്ളി ഒരു സിനിമ നടനായിരുന്നു. നമ്മൾ മൂപ്പരുടെ സിനിമകൾ എൻജോയ് ചെയ്തിട്ടുണ്ട്. മൂപ്പരുടെ സിനിമ നമ്മൾ ഇനി മിസ് ചെയ്യും. അപ്പൊ നമുക്ക് അയാളോട് വല്ലാത്ത ഇഷ്ടമുണ്ട്. അപ്പൊ അങ്ങനെ ഒരാൾ പൊളിറ്റിക്സിലേക്ക് ഇറങ്ങിയിട്ട് അയാള് വിജയിച്ചു. നിസാര വിജയമല്ല, വലിയ രീതിയിൽ തന്നെ പോയി, പ്രതീക്ഷിക്കുന്നതിന്റെ അപ്പുറത്തേക്ക് ആക്ച്വലി പോയി എന്നുള്ളൊരു സാഹചര്യം ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ കേരളത്തിൽ ഇരുന്നിട്ടാണെന്നുണ്ടെങ്കിലും മൂപ്പരുടെ വിജയത്തെ കുറിച്ചിട്ട് സംസാരിക്കുന്നത്. ഇല്ലെങ്കിൽ സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല, നമ്മളെ ബാധിക്കുന്ന കാര്യമില്ല. ഇതിന്റെ അകത്ത് ഇത്തരത്തിലുള്ള ഫാക്ടേഴ്സ് കൂടി നിൽക്കുന്ന സമയത്ത് ഒരു എന്താ പറയാ ആ ഒരു കൈൻഡ് ഓഫ് വിജയം എന്നുള്ളത് ആൾക്കാർ ഉറ്റുനോക്കിയ ഒരു സംഗതിയും കൂടിയാണ്. ഇവിടെ രാവിലെ തൊട്ട് നമ്മൾ ഇലക്ഷന്റെ ഈ റിസൾട്ടുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ഇവിടുത്തെ എന്താണ് അവസ്ഥ എന്നുള്ളത് ന്യൂസിൽ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു എങ്കിലും കൂടെ തന്നെ നമ്മൾ വിജയുടെ സ്ഥിതി എന്തായിരുന്നു എന്നുള്ളത് അപ്പുറത്ത് ഫോക്കസ് ചെയ്യുന്നുണ്ടായിരുന്നു, നോക്കിക്കണ്ടുകൊണ്ടിരുന്ന ഒരു സംഗതിയാണ്. ഞാനിപ്പോ ഇന്ന് അമ്പലത്തിൽ തൊഴുകാൻ വേണ്ടി പോയ സമയത്താണെങ്കിലും അവിടെ വിജയ് ടോപ്പിക്കാണ്. അവിടെയും ആ ഒരു വിജയത്തെ കുറിച്ചിട്ട് ആൾക്കാർ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. നമ്മുടെ ഫ്രണ്ട്സിന്റെ സർക്കിളിൽ ഇരുന്നിട്ടാണെങ്കിലും ഈ ആ ഒരു വിജയത്തെ കുറിച്ചിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോ ഇവിടെ അതിന് റെലവൻസ് എന്നുള്ളതിനെക്കാട്ടിലും ഉപരി ഇവിടെ ആൾക്കാർ അതിനെക്കുറിച്ചും കൂടിയും സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. ദാറ്റ് ഈസ് ബിക്കോസ് ഇത് ഒരു ചരിത്രമായി. സിനിമാടന്മാരുടെ കേസിലേ ആരൊക്കെ വന്നു, ആർക്കൊക്കെ എന്തൊക്കെയായി എന്നുള്ളത് അറിയാം. അതിനുശേഷം ഇപ്പൊ വിജയ് വരുന്ന സമയത്ത് അതുപോലെ ആയില്ല. കുറെ ആൾക്കാർ അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്, വിജയും മുഞ്ചും ഇതൊക്കെ എത്ര കണ്ടിരിക്കണു എന്നുള്ള രീതിയിൽ. പക്ഷെ
അവരുടെ ഒക്കെ വിശ്വാസത്തെ തെറ്റിച്ചുകൊണ്ടുള്ളൊരു വരവാ. ഇത്രയേ ഉള്ളൂ. അപ്പൊ കേരളത്തിൽ നടന്നിട്ടുള്ള സംഗതികളെ കുറിച്ചിട്ട് നമുക്ക് പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോ ചെയ്യാം. കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അടുത്തൊരു വീഡിയോയിൽ നമുക്കത് ആയിട്ട് വരാം. കുറച്ച് കാര്യങ്ങൾ കൂടി നോക്കാനുണ്ട്, അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട്. എന്തായാലും ഞാൻ പ്രതീക്ഷിച്ച രീതിയിൽ തന്നെയാണ് സംഭവിച്ചത്. കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ആ ഒരു വികാരം ഉണ്ടാവും. LDF താഴേക്ക് പോവും. പക്ഷെ ഞാൻ താഴേക്ക് പോകും എന്നുള്ളത് പ്രതീക്ഷിച്ചുവെങ്കിലും ഇത്രയും താഴേക്ക് പോകുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ദയനീയമായൊരു താഴോട്ടുള്ള പോക്കായിരുന്നു. UDFന്റെ വിജയം ഉറപ്പായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിലുള്ള കയറ്റം കയറുന്നുള്ളതും ഉറപ്പായിരുന്നു. അത് സംഭവിച്ചു. അതെന്തായാലും സംഭവിച്ചു. LDF ഭയങ്കര വീഴ്ചയായി പോയി. ഭീകരമായ വീഴ്ചയായി പോയി. അവര് പറ്റിയിട്ടുള്ള കാര്യങ്ങൾ തിരുത്തണം. അവര് ശ്രദ്ധിക്കണം. എന്തൊക്കെ പാളിച്ചകളാണ് പാളിയെന്നുള്ളതെല്ലാം മനസ്സിലാക്കിയിട്ട് അവര് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അത് സംഭവിക്കട്ടെ, ആശംസിക്കാം. അല്ലാതെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഇപ്പൊ UDF ഈ കിട്ടിയ അവസരം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യണം. അങ്ങനെ അവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കട്ടെ. പിന്നെ BJP ഇവിടെ അക്കൗണ്ട് തുറക്കൂല എന്നുള്ള രീതിയിലൊക്കെ പലരും പറഞ്ഞിരുന്നു. പൂട്ടും എന്നുള്ള രീതിയിലൊക്കെയാണ് ആക്ച്വലി പറഞ്ഞിരുന്നത്. നമ്മളിവിടെ രാഷ്ട്രീയത്തെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് എല്ലാം പറയണമല്ലോ. അപ്പൊ BJPയുടെ കാര്യവും നമ്മൾ സംസാരിക്കണം. അവര് 3 തുറന്നു. 3 വളർച്ചയുണ്ടോ ചോദിക്കുകയാണെങ്കിൽ വളർച്ചയുണ്ട്. അപ്പൊ ഈ പഴയ പോലെ എന്താ പറയുക, ഒന്നുമില്ലാത്ത അവസ്ഥയല്ല ഇവിടെ BJPക്ക് ആണെങ്കിലും. അപ്പൊ അവരും വളരെയാണ്. അപ്പൊ ഇതാണ് ഇവിടെ കേരളത്തിലുള്ള സ്ഥിതി എന്ന് പറയുന്നത്. ഇലക്ഷനിൽ ഇപ്പോ റിസൾട്ടിൽ നടന്നിരിക്കുന്നത് ഇതൊക്കെയാണ്. കോൺഗ്രസ്, UDF, LDF, BJP ഓൾസോ ഒന്ന് തോന്നൊന്ന് കയറി വന്നു. എന്താ മറ്റേ കഴക്കൂട്ടമൊക്കെ V മുരളീധരൻ അല്ലേ കേറിയ ആള്. ഇവിടെ പാലക്കാട് ശോഭാ സുരേന്ദ്രൻ, രമേശ് പിഷാരടി തൂക്കുന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ ശോഭാ സുരേന്ദ്രൻ സാധ്യത ആക്ച്വലി ഉണ്ടായിരുന്നു. പക്ഷെ കോച്ച് രമേശ് പിഷാരടി ജയിച്ചാച്ച്. പിന്നെ എന്താ പറയാ, BJPക്കാര് 4-5 സീറ്റ് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 5 സീറ്റ് ഉറപ്പ് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ 5 3 ആക്ച്വലി കിട്ടിയത്. അപ്പം ഈ ഇലക്ഷനിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. ഒരുപാട് കാര്യങ്ങൾ മാറി. ഒരു ഭരണവിരുദ്ധ വികാരവും മൊത്തത്തില് ഭയങ്കരമായിട്ട് എല്ലാ രീതിയിലും ഒരു ചേഞ്ച് വന്നൊരു ഇതാണ്. ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ, ഇനി അങ്ങോട്ടുള്ള നാളുകളിൽ നോക്കാം ഇതെല്ലാം എങ്ങനെയൊക്കെയാണ് ഇമ്പാക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നല്ല രീതിയിൽ പോവോ, എങ്ങനെയാവും, ആളുകൾ ഡിസൈഡ് ചെയ്തതാണ് ഇതൊക്കെ. ഞാനടക്കമുള്ള ആളുകൾ ഡിസൈഡ് ചെയ്തതാണ് ഇതൊക്കെ, നിങ്ങളടക്കം. അപ്പോ ദാറ്റ്സ് ഇറ്റ്, ബൈ ബൈ. അപ്പൊ ഇവിടുത്തെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട്, ഈ റിസൾട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത് തന്നെ വരാം. ഓക്കെ, ബൈ ബൈ.